പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി
ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളയും ബൈബിളിൽ. അത് മലയാളത്തിനേക്കാളുപരി സാധാരണഗതിയിൽ മലയാളം ട്രാൻസ്ലേഷനൊക്കെ വരുന്നൊരു വിഷയം മലയാളത്തിന് ഒരു ജീവിതത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ കൊളോണിയൽ ചിന്തകൾക്ക് നമ്മൾക്ക് നല്ല അടിമത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതായത് നമ്മുടെ കോളനി യജമാനന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന അത് ബൈബിളിൻ്റെ തർജ്ജിമകളിലും അതൊക്കെ വരും, അറിയാതെ വരും. എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന തർജ്ജിമകളുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്ന തർജ്ജിമകളുണ്ട്. നിങ്ങൾ കൃപാസനത്തിൻ്റെ പ്രേക്ഷിതർ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, കൃപാസനം വചന വിശകലനം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അറിയാൻ എന്താണ്, അത് ജീവിതത്തോട് ആഭിമുഖ്യം കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പൊരുതുന്ന മനുഷ്യൻ മുറിവുകൾ വകവെക്കാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അവന് ആവേശവും ഇന്ധനവും യുദ്ധസ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ഗോലിയാത്തിനെ കൊല്ലണതിന് മുമ്പേ ദൈവം ഗോലിയാത്തിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആരെയാണ് ഏൽപ്പിച്ചത്? യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോയവനാണ്. ഞാൻ പലപ്പോഴും ഞാൻ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വധിക്കണം, നീ ദാവീദാണ്, നിൻ്റെ പണി യുദ്ധസ്ഥലത്ത് അപ്പവും കൊണ്ടുപോവുകയാണ്. കാര്യം യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് അപ്പവും കൊണ്ടുപോകും. അവനെയാണ് ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. ഞാനിത് പറയണത് എന്താ അറിയാം, ഞാനെപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നോക്കത്തുള്ളൂ. കാര്യം എൻ്റെ മിഷൻ അതാണ്. ഓരോരുത്തർക്കും ഓരോ മിഷനല്ലേ. ഉദാഹരണത്തിന് ഈ എഫേസ്യൻസ് വായിച്ച്, എഫേസ്യൻസ് 4:29 വായിച്ച്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അവരുടെ കേൾവിക്കാരുടെ ഉന്നതിക്കുതകുന്ന വിധമായിരിക്കണം കർത്താവിൻ്റെ വചനവും. അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ വിശ്വാസം കൈമാറണതും കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമെല്ലാം അതിലെന്താണ്. പക്ഷെ അത് ഇംഗ്ലീഷ് തർജ്ജിമ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അതായത് യൂസ് ഹെൽപ്ഫുൾ വേർഡ്സ് എന്തിനു വേണ്ടി? ടു ബിൽഡിങ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് എന്നാണ്. ഉന്നതി എന്നല്ല കിടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളെ നോക്കിയിട്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇരിക്കണം നമ്മൾ പത്രം കൊണ്ട് പോകുമ്പോഴും, അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ ആവശ്യം വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയുടെ ഉപദേശങ്ങൾ നൽകുവാനും. കാര്യം ഇപ്പോൾ ഒത്തിരി പേര്
ഉടമ്പടി ഒരു പുതിയ സബ്ജക്റ്റ് ആയത് കാരണം ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതുതന്നെയാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ആൾക്കാരിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ കാര്യം അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് ശരിക്കും സുവിശേഷ വേല ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഓർത്തേക്കുന്ന ഇതാണ്, മറ്റുള്ളവരുടെ നീഡ്സ്, അതായത് കർത്താവിൻ്റെ വചനത്തിലില്ലേ, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതായത് 2 കൊരിന്തോസ് 1:4 ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. പ്രേക്ഷിതരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉടമ്പടിയെ നിങ്ങളുടെ അതാത് ദിവസത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, മറ്റുള്ളവരുടെ ട്രബിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയോ നമുക്ക് കൊണ്ടുപോകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയോ ചെയ്തുകൊണ്ട് അവരെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. എന്തിന്? ദൈവനാമത്തിൽ. അപ്പോൾ നമ്മൾ ദൈവനാമത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഉപദേശം പോലും ഫലിപ്പിക്കണത് ആരാ? ദൈവമാണ്. അയ്യോ ഞാനെന്ത് പറയാനാണെന്നല്ല, എന്നിലൂടെ കർത്താവ് എന്ത് പറയും. അപ്പം നമ്മൾ പറയണത് നീ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അവർക്കത് പ്രയോജനമായിട്ട് മാറും. ഇതിനകത്ത് എന്താ കാര്യത്തിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരാളോട് സംസാരിച്ച് അയാൾക്ക് ആശ്വാസം ഉണ്ടാകണമല്ല വിഷയം. നമ്മളോട് സംസാരിച്ച് തീരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് വലിയ കഴമ്പോ കാമ്പോ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ആന്തരിക ശക്തി ലഭിക്കും. അതാര് കൊടുക്കുന്നതാണ്? ദൈവം. വന്നത് സാക്ഷി പറയാനാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവ പിതാവിനും നന്ദി പറയുകയാണ്. ഞാൻ 2020 എൻ്റെ പേര് മോഹനാണ്. ഞാൻ എൻ്റെ ഭാര്യ ഷീജയാണ്. കുണ്ട്രയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 2025 11-ാം മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര കഷ്ടതകളും പ്രയാസങ്ങളും വന്ന് ജീവിതം വഴിമുട്ടിയ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത ആ ആദ്യ കാലങ്ങളിൽ 2 മാസം നമുക്ക് വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ 24 മണിക്കൂറും രാത്രിയും പകലും മാതാവിനോട് പ്രാർത്ഥിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ മാതാവ് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസമായിരുന്നു. വളരെ വിഷമത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഭാര്യയ്ക്ക് എനിക്ക് എൻ്റെ വയറുവേദനയും നെഞ്ച് വേദനയും കൊണ്ട് 10 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വല്ലാതെ ഞാൻ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ കഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ നെഞ്ചുവേദനയും വയറുവേദനയും ഇപ്പോൾ പൂർണ്ണമായി അത് മാറിക്കിട്ടി. മാതാവും പരിശുദ്ധ പിതാവും എന്നെ എൻ്റെ കുടുംബത്തെ അത്ഭുതമായി അവിടെ നിന്ന് വഴി നടത്തിയതാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അനേകായിരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാത്രിയും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ സാക്ഷി പറയും. ഇനിയും ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവം എല്ലാം തന്ന് ഞങ്ങൾ സന്തോഷമായി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ മരണം വരെയും മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും 24 മണിക്കൂറും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകും. ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിപ്പം 6 മാസം ആയതേ ഉള്ളൂ. എനിക്കിപ്പോൾ 60 വയസ്സ് പ്രായമുണ്ട്. ഈ 6 മാസം കൊണ്ട് 60 വയസ്സിൻ്റെ അത്രയും എനിക്ക് കഷ്ടത മാറിക്കിട്ടി.
എന്ന് ഞാൻ ദൈവത്തോട് സന്തോഷമായി വളരെ കാര്യമായി ഞാൻ പറയുക. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അനുഭവമുണ്ട് പറയും. 2025 ജൂലൈ 14 എനിക്ക് സ്കൂളിലാണ് ജോലിയായിരുന്നത്, ഡെഫ് സ്കൂളിലാണ്. അങ്ങനെ അവിടെ കുട്ടികൾ കുറയുമ്പോൾ അവിടെ പോസ്റ്റ് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ കുട്ടികൾ കുറവുണ്ടായിരുന്നു. ജൂലൈ 14 എൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടു. 16 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആ കുട്ടികൾ കുറവായത് കാരണം എനിക്ക് പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഞാനങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് സ്കൂളിലെ ഓഫീസിലും ടീച്ചറും പറഞ്ഞു, ഷീജ കുറച്ച് നാൾ പുറത്ത് നിൽക്കണം, പുറത്ത് നിന്നതിന് ശേഷമേ അടുത്തിനി കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ 5 പേര് കഴിഞ്ഞു പോണത്. ഭർത്താവിന് വയറുവേദന ആയതുകൊണ്ട് ജോലിക്കൊന്നും പോവാറില്ല. ഞങ്ങൾ അധികമായി കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ടീച്ചർ പിറ്റേന്ന് പറഞ്ഞ്, ഷീജ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്ക്, വേറെ സ്കൂളിലോട്ട് മാറ്റി കിട്ടാൻ, സീനിയർ അല്ലേ, അത് കിട്ടും എന്ന് ടീച്ചർ പറഞ്ഞു, HM പറഞ്ഞു. ഞാനത് അനുസരിച്ച് DPയിലും DDയിലും ഒക്കെ അപേക്ഷ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രം വായിച്ച് കുറേ നേരം വായിച്ചു, ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ആ പത്രം വായിച്ച് അത് മനസ്സിലാക്കി. അപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പറഞ്ഞ്, നമ്മൾ കൃപാസനത്തിൽ പോവാം, നമ്മളെ ഈ അപേക്ഷ വെച്ച് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പത്രത്തിൽ കാണുന്ന പോലെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് എൻ്റെ മോനും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ കാര്യം എൻ്റെ ഭർത്താവാണ് ഉടമ്പടിയിൽ എഴുതിയത്, ഞാൻ എഴുതിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മോൻ്റെ ആവശ്യങ്ങൾ എഴുതി. ഞാൻ എൻ്റെ കാര്യം ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല മാതാവിൻ്റെ കൂടി. പക്ഷേ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങ് ഉടമ്പടി നമ്മൾ ഇരിക്കുന്നെങ്കിലും ഞങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഉടമ്പടിയെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ പോയി. കുറേ നേരം വീണ്ടും നമ്മൾ ചെന്ന് ഒരു മാതാവിൻ്റെ അടുത്ത് ഒരു ഫോട്ടോയൊക്കെ മേടിച്ചാണ് പോയത്. അവിടെ ചെന്ന് ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിൻ്റെ മുമ്പേ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു പേപ്പർ മാതാവ് തരും പോലെ കണ്ട്. അത് പച്ച മഷി അടിച്ച് ഓർഡർ എന്ന് പറഞ്ഞാണ് എനിക്ക് ആ പേപ്പർ തന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ച്, എനിക്ക് പേപ്പർ തന്നു, ഇനി ഞാൻ എവിടെ ഇത് കൊടുക്കണം, എവിടെ നിന്നാണ് എനിക്ക് കിട്ടണത് എന്നൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഉടമ്പടി എടുത്തൊരു 90 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഈ പേപ്പറിൻ്റെ മടിയർ വന്നില്ല. ഞങ്ങൾ രണ്ടാമത് പുതുക്കാൻ വന്നു. പുതുക്കി 5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ DPയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വേറൊരു സ്കൂളിലോട്ട് ഓർഡർ ഞങ്ങൾ തരും, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അത് എറണാകുളം ജില്ലയിലാണ്. ഞാൻ കൊട്ടാരക്കരയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് എറണാകുളം ജില്ലയിലാണ് അവരടിച്ചത്. അതാ എനിക്ക് കുഴപ്പമില്ല സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓർഡർ വാങ്ങി ഇവിടെ DDയിൽ കൊടുത്തു. എറണാകുളം DD കൊടുത്തു. എറണാകുളം DD പറഞ്ഞ്, ഇനി ഏത് സ്കൂളെന്ന് കണ്ടുപിടിക്കണം, നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇത് പോണ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അമ്മേരെ നേർച്ച വസ്തുവായിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം കൂടുതൽ വായിക്കും. ഈ പോണ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നവർക്ക് പത്രം കൊടുത്ത് അമ്മേരെ കാര്യം, ഞങ്ങളെ അനുഭവങ്ങൾ, ഞങ്ങൾ പോയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോവുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ DD പോയി 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഓർഡർ വന്നു. പക്ഷേ ഒരിക്കലും ഈ ഓർഡർ, വെക്കേഷൻ സ്റ്റാഫാണ് ഞാൻ, വെക്കേഷനിൽ എനിക്ക് ഒരിക്കലും ഇന്ന് വരെയായിട്ടും ആർക്കും ഓർഡർ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഓർഡർ തന്നു. ഓർഡർ 10 മാസം ഞാൻ പുറത്ത് നിന്ന്, ആ 10 മാസവും ശമ്പളം എഴുതാനുള്ള ഓർഡറാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ആ മാതാവ് എനിക്ക് തന്ന ഓർഡർ ഞാൻ വാങ്ങി വെച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഇത്രയും കരുതിയ എൻ്റെ മാതാവ് എൻ്റെ ജീവിതകാലം മൊത്തം ഈ സാക്ഷിയായി ഞാൻ നിൽക്കുവാനും എനിക്കിവിടെ വന്ന് സാക്ഷി പറയാൻ ഞാൻ ഈ പേപ്പർ വായിച്ച് ആദ്യം വന്ന മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ ആ ഫോട്ടോയിൽ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത്. ഇത് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിന് ഓരോ 1000 നന്ദി. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെ വന്ന് കൂടുതലും പത്രം വാങ്ങിക്കൊണ്ടാണ് പോകണം. പത്രം വാങ്ങിക്കൊണ്ട് പോയ ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പോയ ആ പത്രങ്ങൾ കൊടുക്കണേ. മോനും എൻ്റെ ഭർത്താവും ഞാനും 3 വഴിക്ക് പോയി ചെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ അനുഭവങ്ങൾ പറഞ്ഞും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതുപോലെ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പത്രം കൊടുക്കണത്.
പിന്നെ ആശുപത്രിയിൽ പോവും. എൻ്റെ ഭർത്താവ് ഓരോരുത്തർ അവർക്ക് ആശുപത്രിയിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, നോക്കാനില്ലാത്ത ആൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഓരോ കാര്യങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകാനും അങ്ങും ഇങ്ങും ഉള്ള സഹായങ്ങൾ എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് ചെയ്യും. മോനുമായിട്ട് പോവും. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കഴിവാന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി കൂടുതലും മാതാവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴെല്ലാം മാതാവ് ഞങ്ങളെ അതിശയമായി അത്ഭുതമായി മാതാവ് ഞങ്ങളെ കാത്തു. ആ മാതാവിന് കോടാകോടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കും. ആത്മീയ ജീവിതം ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, മിക്ക പ്രാർത്ഥനകളും ഞങ്ങൾ ഫോൺ വഴി കേൾക്കും. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഭർത്താവ് കുളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. മാതാവ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി, വിളക്ക് കത്തിച്ച് നിങ്ങൾ പൂമാലയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് വരെയായിട്ട് മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ വിളക്ക് കത്തിക്കും. സന്ധ്യയ്ക്ക് 6 മണിയാകുമ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിച്ച് പൂമാലയിട്ട് അമ്മയുടെ സന്നിധിയിൽ അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശേഷമേ വേറെ എന്ത് കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുള്ളൂ. കൂടുതലായി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും ജീവിതകാലം മൊത്തം. അമ്മയ്ക്ക് നന്ദി. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. ഈ കുടുംബം മുഴുവനും ഉടമ്പടിയിലാണ്. ഈ മക്കൾ 3 പേരും, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചു ചേർന്നാണ് ഇവർ കൃപാസന പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അത് സ്വന്തം അനുഭവം പറഞ്ഞുകൊണ്ടാണ്, സാക്ഷ്യപ്പെടുത്തിയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അതുകൂടാതെ സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിലും സ്വന്തം ശക്തിയും ബലവും ഫിസിക്കലായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കാനായിട്ടുള്ള ആ സന്മനസ്സ് കാണിക്കുന്നത്. ആ മനസ്സ്, ആ സ്നേഹം, ആരുമില്ലാത്തവർക്ക് വാഷ്റൂമിൽ കൊണ്ടുപോകുവാനും അവരെ പരിചരിക്കുവാനുമുള്ള ആ കൃപ ദൈവം അവർക്ക് നൽകി. അങ്ങനെയാണ് ഈ സഹോദരൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗം കാരണം, വയറുവേദന നെഞ്ചുവേദന കാരണമാണ് ജോലി ചെയ്യാതിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ രോഗം എല്ലാം സുഖപ്പെടുത്തി കൊടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കുകയാണ്. സ്വന്തം സമയവും ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ സഹായിക്കാനുള്ള ആ സന്മനസ്സ്, അതും ഈശോയും അമ്മയും കൊടുത്ത അനുഗ്രഹമാണ്. ഈശോയോടുള്ള ആ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ കണ്ണീരോടെയാണ് വരുന്നത് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കണ്ണീർ കണങ്ങളും വിട്ടുകൊടുക്കാം. നമ്മൾ ഓരോ ബുദ്ധിമുട്ട്, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് അമ്മ നയിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും, നമ്മുടെ ജീവിതത്തിലെ സന്ധിയിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മെ ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടത്തുവാനും ഒരിക്കലും ഇടറാതിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. മോഹനത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തിയതിന് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ക്ലിറ്റി തോമസ്, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി തോമസ്, ഇതെൻ്റെ മകൻ ജുവൽ തോമസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MOHൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയും അതിനകത്ത് ഞാൻ പാസ്സാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അവർ NOC തരത്തില്ലായിരുന്നു. NOCക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 2 വർഷമായവർക്ക് കൊടുക്കത്തില്ല, 3 വർഷമായാലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് മാറുകയും അവരെന്തായാലും തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് NOC വേണ്ട, എക്സിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എക്സിറ്റിനും അവർ വില്ലിങ് അല്ലായിരുന്നു. അന്നേരം എനിക്ക് അവിടുന്ന്
ഉപ്പ് കിട്ടുകയും ഞാനത് HR-ൻ്റെ മുന്നിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എക്സിറ്റ് തരാം, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സിറ്റ് മേടിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയും, നീ ഒന്നും കൂടി അപ്ലൈ ചെയ്താൽ മതി, അപ്പം നിനക്ക് എന്തായാലും മിനിസ്ട്രിയിലേക്ക് തന്നെ വരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നാട്ടിൽ എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്ന് ഞാൻ ഉടമ്പടി എടുത്തത്, തീർത്ഥാടന ഉടമ്പടി എടുത്തത് മെയ് 14 2025 അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഞാൻ നാട്ടിൽ വന്നത് മെയ് 9 അന്ന് മെയ് 14 ഞാൻ ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ വരികയും ഞാൻ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. അന്നേരം അവിടെ അന്വേഷിച്ചപ്പം പറഞ്ഞു, നമ്മൾ എല്ലാം ലോക്കലിലാണ് ഞാൻ അവിടെ എല്ലാ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്തേക്കുന്നത്, ലോക്കൽ മാറ്റി ലോക്കം ആക്കിയാലേ നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എല്ലാ മാസം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ലോക്കൽ മാറ്റിയിട്ട് എല്ലാം ലോക്കമാക്കിയിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പാസ്പോർട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വെച്ചേക്കുവാന്ന് എന്ന് പറഞ്ഞു. അപ്പം വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 1 മാസം നിന്നു, വിസ വന്നില്ല. അന്നേരം എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓൾറെഡി നിൻ്റെ പേരിൽ ഒരു വിസ കിടക്കുകയാണ്, അതുള്ളത് കൊണ്ട് ഇവർക്ക് വിസ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത് ക്യാൻസൽ ചെയ്തതിന് ശേഷമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യുകയും അവരത് ക്യാൻസൽ ചെയ്ത് തരികയും എനിക്ക് പിന്നെ അവർ മെയിൽ അയക്കുകയും പിന്നീട് അവർ വിസ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ വിസ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് 1 വർഷം കറക്റ്റായപ്പം വിസ എനിക്ക് മെയ് 14 എനിക്ക് വിസ കിട്ടി. എനിക്കിപ്പം ടിക്കറ്റും വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് ഞാൻ 25 ഞാൻ കുവൈറ്റിന് മിനിസ്ട്രിയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എനിക്ക് എല്ലാ മെയിലും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരുന്നത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഓൾറെഡി ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ഇവിടുന്ന് മെഡിക്കൽ ചെയ്യുകയും അവിടെ മെഡിക്കൽ ചെയ്യുകയും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പോകാൻ വേണ്ടി മെഡിക്കൽ ചെയ്തപ്പോൾ എൻ്റെ എക്സ്റേ പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലവും വിശുദ്ധ വസ്തുവായ ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എക്സ്റേ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഡ്രൈവിംഗ് എന്ന ഒരു സ്വപ്നമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മാതാവ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അന്ന് ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം പാസ്സായത്. എനിക്ക് 2 വീലർ വേണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. എനിക്ക് 4 വീലർ മാത്രമേ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 2 വീലറിൻ്റെ 8 എടുക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷേ എന്നോട് RTO ഞാൻ 4 വീലിൻ്റെ ടെസ്റ്റിന് ചെന്നപ്പോൾ RTO എന്നോട് ചോദിച്ചു, എവിടെയാണ് പഠിക്കുന്നത്, എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേഴ്സായിട്ടാണ്, കുവൈറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 2 വീലർ വേണ്ടേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ലൈസൻസ് വന്നപ്പോൾ എനിക്ക് 2 വീലറും 4 വീലറും കിട്ടി. അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ട് എല്ലാ വീടുകളിലും കയറിയിട്ട് വിശുദ്ധ വസ്തുവായ തൈലം വെച്ച് കുരിശ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലും കൊടുത്തത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരുന്നു. അവർ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഞാൻ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ ആദ്യം പൈസയൊക്കെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കുകയും അവർ നമുക്ക് ചോദിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ പോയിട്ട് വൃദ്ധരായവരെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവരെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് കൃപാസന മാതാവ് ഈശോയും കൂടി എനിക്ക് വിസയും
ഇതും തന്ന് മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഉപവാസം എടുക്കുന്ന, ഞാൻ ഒരിക്കലും ഉപവാസം എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, കൃത്യനിഷ്ഠമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എന്നെ അതിൽ ഉപവാസം എടുക്കുവാനും ഒരു നേരം നിൽക്കുവാനും ഒക്കെ എനിക്ക് അനുഗ്രഹം തന്നു. അതിനും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ മാഗ്നിഫിക്കത്ത് സ്തോത്രഗീതത്തിൽ അമ്മ വളരെ സന്തോഷത്തോടു കൂടി പാടുന്നത്. ഹബക്കൂക്ക് പ്രവാചകനും പറഞ്ഞത്, നിങ്ങളുടെ വരുന്ന നാളുകളിൽ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം പുതിയ നിയമവും പഴയ നിയമവും കൂട്ടിച്ചേരുമ്പോൾ അത് ഈശോ ഫുൾഫിൽ ചെയ്യുന്ന ഒരുപാട് സ്വപ്നങ്ങളാണ്. നാം ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. ദൈവത്തോടു കൂടെ ആയിരിക്കുക, ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയുക, ഇതെല്ലാം ഈശോയുടെ വലിയ സ്വപ്നങ്ങളാണ്. ഇവിടെ ക്ലിറ്റി തൻ്റെ ജീവിത പങ്കാളി റെജിയോടും മകൻ ജുവലിനോടും കൂടി വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇവരുടെ കൈവിട്ടു പോയ കാര്യങ്ങളാണ്. കുവൈറ്റിൽ ജോലി എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എൻ്റെ ഒരു NOC കിട്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് ഒരു ഫ്രണ്ടാണ് ഉടമ്പടി ചെയ്തപ്പോൾ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരമായി മകൾ ശ്രവിച്ചത്, നിനക്ക് ആ മിനിസ്ട്രിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതൊരു വലിയ വാക്കായിരുന്നു. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മിത്രങ്ങളോ ബന്ധുക്കളോ നാം അറിയാത്ത ആളുകളോ ദൈവവചനമോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധാമ്മ കൃത്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് സാധിക്കും. നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. എൻ്റെ മെറിറ്റിൽ ഇനി എനിക്കൊന്നും സാധിക്കുകയില്ല, ഞാനൊരു 0 ആയി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ക്ലിറ്റിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് കുവൈറ്റിലേക്ക് വീണ്ടും മിനിസ്ട്രിയിൽ ജോലി പ്രവേശിക്കാൻ സാധിച്ചു എന്നതിൻ്റെ മനോഹരമായ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തായാലും മകൾ പറയുകയായിരുന്നു, ഞാൻ ഓൾറെഡി കുവൈറ്റിൽ പോയിട്ടുള്ളതാണ്, പക്ഷേ രണ്ടാമതും മെഡിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിൽ ഒരു പാച്ചസ് വന്നതായിട്ട് കാണപ്പെട്ടു. ഇവിടെ വന്ന് വളരെ പെട്ടെന്ന് തൈലവും ഇവിടെ നമ്മുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, വിശ്വാസപ്രയോഗം ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാം. മകൾ അത് തന്നെ കൃത്യമായി ചെയ്യുകയും അവർക്ക് നെക്സ്റ്റ് സ്കാനിങ്ങിൽ ഒരു ടെസ്റ്റിൽ അവർക്ക് അങ്ങനെ ഒരു പാച്ചസ് ഇല്ല എന്ന് ഉള്ള സൗഖ്യവും ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസ് അത് ക്ലിറ്റിക്ക് സ്വപ്നം മാത്രമായിരുന്നു, സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. 4 വീലർ മാത്രം മതിയായിരുന്നു, ഒരു നെയിം സേക്ക് എടുക്കണമായിരുന്നു. പക്ഷേ അവിടെ RTO തന്നെ മോളോട് പറഞ്ഞു, ഇത് രണ്ടും കൂടി കൊണ്ടുപോക്കോ എന്നാണ് അവളോട് പറഞ്ഞത്. 4 വീലർ ആൻഡ് 2 വീലറിൻ്റെ രണ്ടിൻ്റെയും ലൈസൻസ് നൽകി മകളെ അനുഗ്രഹിച്ചു. വളരെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ നെർവസായി വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്നത്, ആ ടെസ്റ്റ് പാസ്സാക്കുന്നത്, ആ ടെസ്റ്റ് ചെയ്യിക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ നേർച്ച വസ്തുക്കൾ കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ശക്തി നാം ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. നമ്മുടെ കയ്യിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ അത് ചലിക്കുന്നതും എല്ലാം നാം പലപ്പോഴും അനുഭവിക്കുന്നതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഈശോ ആണ് നമുക്ക് ഈ കൃപ നൽകുന്നത്. ഈശോ ചോദിക്കുന്നുണ്ട്, ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞൊരു ഉത്തരം അതാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉത്തരത്തിലൂടെ നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയെല്ലാം നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ളൊരു വലിയ ചെയ്യുന്ന പ്രവൃത്തി നാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഉറപ്പുണ്ടാകുന്നത്. എൻ്റെ അക്കൗണ്ടിൽ ഈശോയ്ക്ക് ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ നിത്യതയിലേക്ക് പ്രാപിക്കാനായി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ആ ഒരു അക്കൗണ്ടിന് വേണ്ടി ജീവിക്കാം. സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ വലിയ നിലപാട് നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലിറ്റിക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈ. എൻ്റെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണരാജ്, എൻ്റെ മോൻ്റെ പേര് ജേഡൻ കൃഷ്ണരാജ്. എൻ്റെ കല്യാണം, ഞാൻ വളർന്നതെല്ലാം ബാംഗ്ലൂരാണ്. ഹസ്ബൻഡ് കൊച്ചിക്കാരനാണ്.
അപ്പോൾ ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡ് ജോലി ഷിപ്പിലാണ്, ക്രൂസ് ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം ഉറയ്ക്കുമ്പം തന്നെ എൻ്റെ പേരൻസ് ചോദിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞ് ഷിപ്പ് വിട്ട് പോരൂലേ, എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ എവിടെയായിട്ട് നിന്നൊരു കുടുംബജീവിതം നടക്കുകയില്ല. 7 to 8 months ആണ് ക്രൂസിലെ വർക്ക്. പിന്നെ വെക്കേഷന് വരുന്ന അല്ലെങ്കിൽ 1 or 2 monthsലേക്കാണ്. അപ്പോൾ പിന്നെ കല്യാണം ഉറച്ചപ്പം മുതൽ ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് മാറാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ലാൻഡിലേക്ക് ജോലി നോക്കുന്നുണ്ടായിരുന്നു. 15 years ആയിട്ടാണ് പുള്ളിക്കാരൻ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം മുതൽ കല്യാണം കഴിഞ്ഞും ഞങ്ങൾ പല ഏജൻസിക്ക് പൈസ അടച്ച് നോക്കി ജോലി ഷിപ്പിൽ നിന്ന് മാറി ലാൻഡിൽ കിട്ടാനായിട്ട്. കാനഡയ്ക്ക് നോക്കി, UK നോക്കി, ലക്സംബർഗിന് നോക്കി, അങ്ങനെ പലയിടത്തേക്ക് നോക്കി. ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വന്നു. ഒരുപാട് പേരുടെ കുത്തുവാക്കുകളുണ്ടായി. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആരെ പിടിക്കണം, ഏത് ദൈവത്തെ വിളിക്കണം, ആരെ പോയി കാണണം, അങ്ങനൊരു അവസ്ഥയിൽ കൂടാണ് നമ്മൾ കടന്നു പോയത്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കൊച്ചുണ്ടായെന്നല്ലാണ്ട് ഞങ്ങളിൽ വേറൊന്നും ഇല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ ബാംഗ്ലൂർ ജീവിക്കുന്നു. എനിക്ക് അവിടെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെ എൻ്റെ ഇൻലോസ് അച്ഛനമ്മ ഞാൻ ലീവ് എടുത്ത് അല്ലെങ്കിൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ എൻ്റെ വിശേഷം എന്തെങ്കിലും ഉള്ളപ്പം അന്നേരം ഞാൻ കാണാൻ വരും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഹസ്ബൻഡ് വെക്കേഷന് വരുമ്പം അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു വരാൻ ശരിക്കും പറഞ്ഞാൽ കൊറോണ ടൈമിൽ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. എത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ അന്നേരം എൻ്റെ സ്വപ്നം പോലും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു അവധിക്ക് എൻ്റെ ഇൻലോസിന് കൊറോണ ടൈമിൽ തന്നെ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു താമസം. എൻ്റെ ഫാദർ ഇൻ ലോ ഒരു ജർമ്മൻ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അപ്പോൾ കുറച്ച് ഗസ്റ്റ് മാരാറി റിസോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് വലിയ അറിയപ്പെടുന്ന പള്ളികളുണ്ട്, അതൊക്കെ ഒന്ന് കാണാം, അവിടെ എല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാദർ ഇൻ ലോയെ അവിടെ മാരാരി ബീച്ച് റിസോർട്ടിൽ വിട്ട് തിരിച്ചു വരുമ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ കയറി അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചതൊക്കെ. അന്നേരം ഞാൻ ശരിക്കും ബ്ലാങ്ക് ആയിരുന്നു. കൊറോണ ടൈമല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പള്ളിയൊക്കെ കണ്ട് വീട്ടിൽ പോയി. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു സ്വപ്നം വന്നു. കൃപാസന മാതാവ്, ക്ലോക്ക് വെച്ചുള്ള ഒരു മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ എന്നെ നിർത്തി എന്നോട് ചോദിക്കുന്നു, കണ്ടോ മഴവില്ല് കണ്ടോ എന്നൊക്കെ വന്ന് ഒരു കാര്യമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അമ്മ അതാ മുന്നേ നടന്നു പോകുന്നു, ഞാൻ അമ്മയുടെ കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നടന്നു പോരുമായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് താഴെ വന്ന് അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മാതാവിന് ശരിക്കും ഒരു ഹാർട്ടല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരു ക്ലോക്ക് വെച്ച് ഒരു മാതാവിനെ കണ്ടമ്മ, അമ്മക്കറിയോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ ഒരു ഇതാവാം, ഞാൻ തലേദിവസം പള്ളിയിൽ പോയതിൻ്റെ പുറത്തായിരിക്കും. പക്ഷെ എന്നാലും ഒരു ക്ലോക്ക് വെച്ച് മാതാവിനെ എന്താ കണ്ടേ എന്നുള്ള സംശയം എൻ്റെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് മാറാത്തതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് ഗൂഗിൾ സെർച്ച് അടിച്ചപ്പം കൃപാസനം ഞാൻ കണ്ടു. അതായത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. കൃപാസനത്തിൻ്റെ സിമ്പിൾ ബുക്കിൽ ഇങ്ങനെ തീ പോകുന്ന പോലെയൊക്കെ സിമ്പിൾ കണ്ടപ്പോൾ എനിക്കെന്തോ ഒന്നുകൂടെ അറിയണമുള്ള ഒരിത് വന്നില്ല. കൂടുതൽ ആ ഒരു പേഷ്യൻസ് എനിക്ക് അന്നേരം ഉണ്ടായില്ല എന്ന് വേണം ഞാൻ പറയാനായിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പുള്ളിക്കാരിക്ക് ഡെലിവറിയോടെ ഒരു വലിയ അസുഖമാണ്. എനിക്ക് പറയാനായിട്ടുള്ള അനുവാദം പുള്ളി തന്നിട്ടില്ല. എന്നാലും അവൾ അമൃതയിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോഴത്തേക്ക് കൃപാസനം കൃപാസനത്തെക്കുറിച്ച് അറിയുന്നവർ അവളെ കണ്ട് അവളോട് സംസാരിച്ച് അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൾക്ക് വിശ്വാസമായി. അവൾ എന്നോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കൃപാസനം അറിയുന്നത്. അവൾ പറഞ്ഞാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ കാരണം. വന്ന് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് ഓഗസ്റ്റ് 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഒരു ഏജൻസിയിൽ ഞങ്ങൾ പൈസ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞായിരുന്നു.
ഓഗസ്റ്റ് 23 വന്ന് പൈസ അടച്ചു കഴിഞ്ഞപ്പം സെപ്റ്റംബർ 19 നമുക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ള ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി. അത് നടക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന് 1 വർഷം മുന്നേ വരെ ഇൻ്റർവ്യൂ സ്കെഡ്യൂളാകും അല്ലെങ്കിൽ ക്യാൻസലാകും, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ഒന്നും നടക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, വെക്കേഷൻ ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, നമ്മളെ ഏജൻസി കൊടുത്ത പൈസ അവരോട് തിരിച്ചു തരാൻ പറ, ഏതായാലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു. ഏതായാലും ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തല്ലോ, ഉടമ്പടി എടുത്തായിട്ട് അന്ന് കുറച്ചുകൂടെ നോക്കാം എന്നും പറഞ്ഞ് ആണ് നമുക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. 1 മാസം കഴിയെ തന്നെ ആ 1 മാസത്തിനിടയ്ക്ക് പാസ്സായെന്ന് അറിഞ്ഞപ്പം പിന്നെ ഞാൻ വീട്ടിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എഴുതി വെച്ച് എനിക്ക് എൻ്റെ ഭർത്താവിന് ഡിസംബർ 15 ഡിസംബർ 15, 2025 എനിക്ക് എൻ്റെ ഭർത്താവ് അവിടെ ചെന്ന് ജോലിക്ക് കയറണം എന്ന് ഞാനൊരു പേപ്പറിൽ, അതായത് ഇവിടെ പത്രം വാങ്ങുമ്പോഴത്തേക്ക് ഒരു രസീതി എന്ന് പറയുന്ന ഒരു പച്ച പേപ്പർ കിട്ടില്ല, അതിൽ ഞാൻ എഴുതി വെച്ചു ഹസ്ബൻഡ് അങ്ങനെ പോകാൻ പറ്റണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നവംബറിൽ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുകയാണ് ഡിസംബർ 15 എന്നുള്ള ഡേറ്റ് വെച്ചത്. അത് ശരിക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു നമുക്ക്. അങ്ങനെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അന്നേരം ഞാൻ എഴുതി, അമ്മ മാതാവേ, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ നമുക്കൊരു നല്ല വാർത്ത കിട്ടണമെന്ന്. എൻ്റെ അനിയത്തിയുടെ കല്യാണം ഡിസംബർ 5, 6 ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി കല്യാണത്തിന് 2-3 ദിവസം മുന്നേ അവിടെ പോയിരുന്നു. അന്നേരം ഡിസംബർ 4 ഇമിഗ്രേഷനിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ വരുന്നു, വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട്. അതപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ആയി. 5, 6 അവളുടെ കല്യാണം, അതിന് മുന്നേ തന്നെ നമുക്ക് വിസ അപ്രൂവ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള കടമയാണ് പാസ്പോർട്ട് സബ്മിഷൻ നമുക്കുള്ളത്. പാസ്പോർട്ടിന് വേണ്ടി ഇനിയും കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വന്നു അവിടുന്ന് പാസ്പോർട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങൾ സ്റ്റേറ്റസ് വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് റിജക്റ്റായി എന്നാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് വിഷമിച്ചു, അതെന്തുകൊണ്ടിങ്ങനെ എന്ന്. പക്ഷേ എന്നാലും ഞങ്ങൾ മാതാവിനെ വിട്ടില്ല, എന്തേലും ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ റിജക്ഷൻ ലെറ്റർ നമ്മൾക്ക് കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും സാലറി സ്ലിപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കാത്തതുകൊണ്ട്, അതായത് ഞങ്ങളുടെ ഏജൻസിയിൽ നമുക്ക് അത് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. ഏപ്രിൽ 17 ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. സമയത്തിൽ അധികാരമുള്ള അമ്മ, ശരിക്കും നമ്മൾ വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ 2 മാസം സമയം വേണം അതിൻ്റെ ഒരു മറുപടി കിട്ടാനായിട്ട്. ഏപ്രിൽ 17 ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 17 ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. മെയ് 15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, പാസ്പോർട്ട് എംബസി ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം തന്നെ ഞങ്ങൾ ഇമിഗ്രേഷൻ ലിങ്കിൽ കയറി അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ട് അപ്രൂവ്ഡ് ആണ്, അതായത് പാസ്പോർട്ടിൽ വിസ അടിച്ച് അവിടെ അയച്ചിട്ടുണ്ടെന്നുള്ളത്. അത് സമയത്തിൽ അധികാരമുള്ള അമ്മയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ, വേറെ ആർക്കുമല്ല. വേറെ ആരുടെയും പവറും കൊണ്ടല്ല, ഞങ്ങളുടെ മെറിറ്റും കൊണ്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മെറിറ്റും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു. സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ടിക്കറ്റ് ഇവിടെ വന്നിട്ട് മതിയെന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ മാസം തിരിച്ച് വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നിട്ട് തിരിച്ചു പോയി. ഈ മാസം ഇന്നലെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നവരുടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറയും, കൃപാസന മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയും. പിന്നെ ഭക്ഷണം കൊടുക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലൊക്കെ കൊടുക്കും. പണത്തിന് ആവശ്യമുള്ള ഓൾഡ് ഏജ് ഹോം ആട്ടെ, ഓർഫനേജ് ആട്ടെ, ആരൊക്കെ ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ അല്ലാണ്ട് ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കുമ്പോഴും അവർ പൈസയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പൈസ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പോൾ പൈസയ്ക്കാണ് ആവശ്യം. ആര് പൈസ ചോദിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഉള്ള പോലെയൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്.
ഇതും കൂടാണ്ട് മാതാവിനോട് അടുത്തോടുകൂടി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നു. പല തർക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താവുമെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ മാതാവിനോട് അടുത്തപ്പോഴാണ് നമുക്കൊരു ഹോപ്പ് കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, മാതാവ് ഞങ്ങളെ കാത്തോളും, നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പരസ്പരം പറയും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, നമ്മൾ വഴക്കുണ്ടാക്കരുത് എന്നുള്ള ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കേ ഇപ്പം ഇല്ല. ലൈഫിലൊരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ജീവിതമായി ഞങ്ങളുടെ ലൈഫിന് തന്നെ. നല്ല കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ പറയുക, ഞങ്ങൾ പുറത്തുള്ളവരോടാട്ടെ കുടുംബക്കാരോടൊക്കെ ആരോടും നമ്മൾ തർക്കിക്കാൻ പോകാറില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും ആരോടും ഒന്നും അങ്ങനെ ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറയാനോ തിരിച്ചത് ചോദിക്കാനോ ഒന്നും ഞങ്ങൾ അതെല്ലാം ശരിക്കും മാതാവിനോട് അടുത്തേ പിന്നെ കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതല്ലാണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട്. പലർക്കും ഇവിടെ മുല്ലപ്പൂ വാസന, അമ്മ വന്ന മുല്ലപ്പൂ വാസനയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല പ്രാവശ്യം അമ്മ വന്നിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പം ആദ്യം തന്നെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ വഴി ഞാൻ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, ഇംഗ്ലീഷാണ് അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന നീ അയച്ചു താ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫീസിൽ എപാക് ഷിഫ്റ്റിലാണ്, വെളുപ്പിന് ഞാൻ ജോലിക്ക് പോകും. ഞാൻ വാഷ്റൂമിലാണ് ഇതാദ്യം കേൾക്കുന്നത്. പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന വെച്ച സമയത്ത് എനിക്ക് ആ വാഷ്റൂമിൽ നിൽക്കുമ്പം മുല്ലപ്പൂ വാസന വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം ഓർത്തിത് റൂം ഫ്രഷ്നർ വല്ലതും ആണോ എന്നങ്ങനെ പക്ഷേ റൂം ഫ്രഷ്നർ ഒന്നുമില്ല. വെളുപ്പിനെ സമയത്ത് ആരും അങ്ങനെ വാഷ്റൂമിൽ അവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് അവിടെ മുല്ലപ്പൂ വാസന വന്നു. പിന്നെ പല പ്രാവശ്യം ഞാൻ കൊച്ചി വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ, ബാംഗ്ലൂർ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ ഒരുപാട് മുല്ലപ്പൂ വാസന വന്ന് അമ്മ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്ന് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലിയുടെ സ്ട്രെസ്സ് കാരണം ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ വെളുപ്പിനെ ജോലിക്ക് കയറിയ രാത്രിയാവും ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വെളുപ്പിന് തന്നെ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ തൈലം തൂക്കുമായിരുന്നു. ഒരു ദിവസം തൂത്തതേ ഉള്ളൂ, എനിക്ക് ആ വേദന മാറി. എൻ്റെ മോൻ ഒന്ന് സ്ലിപ്പായി കാലൊന്ന് മടങ്ങിയായിരുന്നു. അപ്പോൾ അവന് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കാലെ തൈലം തൂക്കുമായിരുന്നു. അപ്പോൾ അവന് ഓക്കെ ആയി. അവനല്ലെങ്കിൽ ഒരു വേദന ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ലിംപ് ചെയ്ത് നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ് ജോലി ചെയ്യുന്ന, സൊസൈറ്റി ജനറൽ എന്ന കമ്പനിയിലാണ്. ഒരുപാട് റിസ്ക്കുള്ള കമ്പനിയാണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു പോകുന്നതാണ്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനെ വിളിക്കും, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ നോക്കണം, എസ്കലേഷനൊന്നും ഉണ്ടാവാതെ കാത്തോണം എന്ന് ഞാൻ ഇന്നും വിളിക്കും. അത്രയും തന്നെ എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ശരിക്കും നമുക്കെല്ലാം ഒരു വിഷമം വരും, ഞങ്ങളുടെ അമ്മയെ വിളിക്കുകയല്ലേ, അമ്മ എന്തിയേ, അമ്മ എവിടെ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും നമുക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ തന്നെ അമ്മ എന്തിയെ, അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ കൃപാസന മാതാവ് എൻ്റെ കൂടെ നിന്ന് അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഓർമ്മ കിട്ടുന്നില്ല. ഇത്രയാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഈ വിസ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു വഴി, ഒരു ഡോർ തുറന്ന് തന്ന പോലാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് അയർലൻഡിൽ ജോലി കിട്ടി പോകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും മാതാവ് എന്നെയും കൊച്ചിനെയും കൂടെ എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിച്ച് നമുക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതം ജീവിക്കാനായിട്ട് അനുവദിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി. ആർക്കും ഒരു ഹോപ്പില്ലാണ്ടിരിക്കേണ്ട, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കും എന്നുള്ള എനിക്ക് 101% ഉറപ്പുള്ള കാര്യമാണ്. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സുമി കൃഷ്ണരാജ് പരിസ്ഥിതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ്
ഈ അൾത്താരക്ക് മുമ്പിൽ സാക്ഷ്യം നൽകുക. 8 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കടമ്പയാണ് അവരിന്ന് കടന്നു പോവുക. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെക്കാനായിട്ട് അകലങ്ങളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഇവിടേക്ക് ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിസയുടെ കാര്യത്തിലാണെങ്കിലും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ ദിവസങ്ങൾക്കകം തന്നെ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഇവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഇവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ എപ്രകാരം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് മാറുന്നുവെന്നും അതോടൊപ്പം തന്നെ സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവ സാക്ഷ്യമായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഇനിയും ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളെയും. വർഗീസ്, ഞാൻ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലിൻഡോ ആൻ്റണി. ഞാൻ 6-7 വർഷമായിട്ട് ദുബായിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഞാൻ ദുബായിൽ എത്തേണ്ടി വന്നു. ഞങ്ങളവിടെ വീക്ക്ലി ഷാർജ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്കൊരു പത്രം കിട്ടി. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ ഈ പത്രം കണ്ട് ഞെട്ടി. കൃപാസനം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒരു പള്ളിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വായിച്ചു. പിറ്റേ ദിവസം രാവിലെ മമ്മിയോട് ചോദിച്ചപ്പോഴത്തേക്കും മമ്മി ഇങ്ങനെ പള്ളീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് മമ്മിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വെബ്സൈറ്റിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടു. പക്ഷെ ഒരാഴ്ച എടുത്തു ഇതെന്താണ്, കൃപാസനം എന്താണ്, ഉടമ്പടി എന്താണെന്നൊക്കെ അറിയുവാനായിട്ട്. ആദ്യം ഞങ്ങളൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. അതിനുശേഷം ഞങ്ങൾ ഫെബ്രുവരി 18, 2023 ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആത്മീയമായ ഒരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ രാവിലെ 5:30 ഇവിടുത്തെ സമയത്തിൽ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആണ് ഞങ്ങളുടെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് അവിടെ നമ്മൾ ഇങ്ങനെ ജോലിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒന്നിച്ച് ചെല്ലുക എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോഴത്തേക്കും പോകുന്ന വഴിയിൽ മെട്രോയിൽ അങ്ങനെയൊക്കെയാണ് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ ദിവസം മുതൽ ഇപ്പം 12 മണിയാണെങ്കിൽ 12 മണി ആ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലി സന്ധ്യപ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. പിന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിൻഡോയും ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആത്മീയമായ മാറ്റങ്ങൾ വന്നു. ഈ സമയത്ത് എൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ 2-3 മാസമായിട്ട് സാലറി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വേറെ ജോലികൾ അന്വേഷിക്കുന്നു. പക്ഷേ എല്ലാ ഇൻ്റർവ്യൂകളും പാസ്സാകുന്നുണ്ട്. പക്ഷേ സാലറിയുടെ കേസിലോ ഓഫർ ലെറ്ററിൻ്റെ കേസിലോ ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ വരുന്നു. ഒരു അപ്ഗ്രഡേഷൻ ഒന്നും ഇല്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരുടെ നന്നായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. നാട്ടിലേക്ക് തിരിച്ചു വരാം, നല്ലൊരു ജോലി കണ്ടുപിടിക്കാം, പേരൻസിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈയിൽ 2023 ഞാനിവിടെ വരികയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഒരു ഡൂ ലിസ്റ്റ് എഴുതും. അപ്പോൾ ഞാൻ അന്ന് ദുബായിൽ വെച്ചിട്ട് തന്നെ ഞാൻ എഴുതിയിരുന്നു, ഫസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും തീർത്ഥാടന ഉടമ്പടി എടുക്കും എന്നാണ്. ഞാൻ വന്നു ആ ആഴ്ചയിൽ തന്നെ ഇവിടെ വന്ന് ജൂലൈ 17, 2023 ഞാൻ ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അത് അന്ന് തന്നെ മാതാവ് എന്നെ ശ്രദ്ധിച്ചു. കാരണം അത് ഞാൻ പറയാനായിട്ട്, ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ ഈ ഉടമ്പടി പത്രിക ഇടാനായിട്ട് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരാളുടെ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കുവാണ്, ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ. ആൾക്ക് വിസ കിട്ടിയതും ജോലി കിട്ടിയതും പിന്നീട് ലാസ്റ്റ് ഒരു MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോഴത്തേക്ക് ഓർത്തു, അയ്യോ ഇത് തന്നെയാണല്ലോ എൻ്റെ സിറ്റുവേഷനും. ഞാനും ഒരു മാസമായിട്ട് ദുബായിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അയച്ചിട്ട് അവർ ഇതുവരെ അതിന് റിപ്ലൈ ചെയ്യുകയോ നമ്മുടെ വീട്ടിലേക്ക് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ച് നാട്ടിൽ
നാട്ടിൽ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അവിടെ ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. സോ ഞാനിവിടെ വന്ന് മാതാവിനോട് അത് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസത്തെ എൻ്റെ ഷെഡ്യൂൾ ഞാനത് MG യൂണിവേഴ്സിറ്റി പോവുക. യൂണിവേഴ്സിറ്റി രാവിലെ തന്നെ എത്തി. അവിടെയെല്ലാം മാതാവിനെ നേരത്തെ തമ്പുരാൻ വിട്ടിരുന്നു. അതിൻ്റെ സാക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, ഈ സ്റ്റാഫുകളെ കണ്ടു, അവർ സെയിം സ്റ്റോറി തന്നെ പറഞ്ഞു. അവരെ ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് അവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ കിട്ടൂല കാര്യങ്ങൾ. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുവാണ്, നീ ഇതിന് മുകളിലുള്ള മാനേജറിനെ പോയി കാണുക. ആരോ അല്ല, അത് പരിശുദ്ധാത്മാവ് തന്നെ എന്നെ തോന്നിപ്പിച്ച് മാതാവ് എന്നെ കൊണ്ടുപോയി. അങ്ങനെയൊന്നും നമുക്ക് മാനേജേഴ്സിനൊന്നും ഡയറക്റ്റ് പോയി കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് അറിയത്തില്ല, അസിസ്റ്റൻറ്റ് രജിസ്റ്ററിൻ്റെ റൂമിലേക്ക് എന്നെ ആരോ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു സൂസൻ മാം എന്നാണ് മാമിൻ്റെ പേര്, അവരെന്നെ അകത്തോട്ട് വെൽക്കം ചെയ്തു. ഞാൻ എൻ്റെ ഈ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ ആ മാം എന്നോട് പറയുവാണ്, മോളെ, ഞാൻ ആ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അതേ ഇഷ്യൂ ഇപ്പോൾ പരിഹരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നീയും അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഈ സമയത്ത് അൾത്താരയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ആ സാക്ഷ്യം കേൾക്കാനിടയായി. കാരണം ഞാൻ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നുകൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, നീ മാതാവിനെ കാണാൻ പോകുന്ന കാര്യം. പെട്ടെന്ന് കാറെടുത്ത് ഇവിടെ അൾത്താരയിൽ വന്ന് കയറുമ്പം ഈ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം കേൾക്കുവാണ് മാം. അപ്പോൾ മാം പറയും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്ന് അത് ഈ ഗ്ലോബലി എല്ലാവരും അറിയുവാണ്. സോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാവിലെ തന്നെ പുള്ളിക്കാരത്തി ഡ്യൂട്ടിക്ക് മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. പിന്നീട് എൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മാതാവ് ഒന്നിപ്പിച്ചതാണ് ആ കാര്യത്തിൽ. രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഒരേ കാര്യം അറിയുന്നത്. എൻ്റെ ഇതുവരെ ഡോക്യുമെൻറ്റ്സ് കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം ആ മാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ പോയി എന്നെ ആ റൂമിൽ തന്നെ ഇരുത്തി. ഒരു 12 മണിയായപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ആദ്യത്തെ ഉടമ്പടി പത്രം കൊടുക്കുന്നത് ആ മാമിനാണ്. അവിടെ നിന്ന് എൻ്റെ ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു, തമ്പുരാൻ അത് സ്വീകരിച്ചു എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ ക്യാപ്സ് എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ ഫാർമസി രജിസ്ട്രേഷൻ എക്സാമാണ് ഞാൻ പഠിക്കാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ഏജൻസികളും കാര്യങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ഓർത്തു, എൻ്റെ കൂടെ ആരാ ഉള്ളത്, മാതാവാണ്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ധൈര്യത്തോടു കൂടി സെൽഫ് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറേ ബുദ്ധിമുട്ടി, പക്ഷേ ഞാൻ ഉടമ്പടിയിൽ മുന്നോട്ട് പോയി. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, കുമ്പസാരിച്ചിരുന്നു, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചിരുന്നു. ആ ധൈര്യത്തിൽ എന്നും മീൻസ് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം പ്രാർത്ഥന ചൊല്ലേണ്ടതും ബൈബിൾ വായിക്കേണ്ടതിനും എല്ലാം നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിരുന്നു. ഈ 3 മാസം എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ ഉടമ്പടിയിൽ ഒരു കുറവും കൊടുത്തില്ല. പക്ഷേ ഉടമ്പടിയിൽ എനിക്കത് കിട്ടണം ഇത് കിട്ടണമെന്നൊന്നുമല്ല. ഞാൻ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഒരു 90 ദിവസത്തെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഞാനിവിടെ വന്നു റിന്യൂ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ ഇതൊന്നുമല്ല. ഞാൻ നിത്യജീവനെക്കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമാണ്. അതാണ് ഞങ്ങളുടെ നിയോഗം. ഞാൻ പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു നിയോഗത്തെക്കുറിച്ച് ഞങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ല. ഈ എക്സാമൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. വേറൊരു വ്യക്തി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എൻ്റെ നിയോഗമായിട്ട് ഞാൻ എഴുതാറുള്ളത്. അവസാനത്തെ 2-3 ലൈനുകൾ മീൻസ് പോയിൻറ്റ്സുകൾ വെറുതെ വിടും. അത് തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ആർക്കെങ്കിലും മറന്നുപോയ ആർക്കെങ്കിലും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ എക്സാമിൻ്റെത് നവംബർ 21, 2023 എനിക്കൊരു ഡേറ്റ് കിട്ടുക. പിന്നീട് എനിക്ക് എല്ലാ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും. അത് കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് തമ്പുരാൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സാമും വന്നിരിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. അത് ചെന്നൈയിലാണ്. അവിടെയും എൻ്റെ മാതാവിനെ നേരത്തെ തമ്പുരാൻ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന് എക്സാമിന് മുമ്പ് കയറുന്ന നേരത്ത് ഞാൻ ഈ ആദ്യം പറഞ്ഞ അവിടെ വന്നിരിക്കുന്ന എല്ലാ ആപ്ലിക്കൻസും ഒരു ഏജൻസിയിൽ പഠിച്ച് വലിയ വലിയ ബുക്കുകളും ഉണ്ട്, എക്സാമിൻ്റെ കുറേ പേപ്പറുകൾ, ഇതെല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മാത്രം സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് ചെന്നാൽ അപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി. പക്ഷേ എൻ്റെ കയ്യിൽ ആ തൈലമുണ്ട്, ഉപ്പുണ്ട്, ഈ കാശിരൂപമുണ്ട്. ഇത് വെച്ച് ഞാൻ കയറി 2 എക്സാംസാണ്, പാർട്ട് എയും പാർട്ട് ബിയും. 5 മണിക്കൂറുണ്ട് എക്സാം. ഞാൻ ആദ്യത്തെ 2 മണിക്കൂറിൻ്റെ എക്സാം 1 മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതി കഴിഞ്ഞു. 5 മിനിറ്റത്തെ ബ്രേക്ക് മാത്രം എടുത്തതിന് ശേഷം അടുത്ത എക്സാം എഴുതി. അടുത്ത എക്സാം ഭയങ്കര ടഫാണ്. കാരണം അതിൽ 2 സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഈ 2 സബ്ജക്ട്സിന് 50% വീതം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ എക്സാമിന് ജയിക്കത്തുള്ളൂ. സോ അതിൽ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു 25 കാൽക്കുലേഷൻസോളം വരും. എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഒരു 20 അല്ലെങ്കിൽ 15 എങ്കിലും ഞാൻ പാസ്സായെങ്കിൽ മാത്രമേ ഞാൻ ഫുൾ എക്സാമിന് പാസ്സാകത്തുള്ളൂ. അപ്പം ഞാൻ 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും
ഫസ്റ്റ് കാൽക്കുലേഷൻ വന്നു, 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ടൈമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ എന്നോട് മനസ്സിൽ പറയുക, ഈ കഴ്സർ എന്നെ കൈകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് പറയുക നീ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ട് മുന്നോട്ട് പോവുക, നീ ആ ക്വസ്റ്റ്യൻ നമ്പർ ജസ്റ്റ് റഫ് പേപ്പർ നമുക്ക് തരും, അതിലോട്ട് നീ എഴുതിയിട്ട് പോവുക. ഞാൻ അത് പ്രകാരം എഴുതി 3/4 മണിക്കൂർ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. ആ 3/4 മണിക്കൂറിൽ ഈ 25 കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ടൈം എനിക്ക് അവിടെ തമ്പുരാൻ തരുക. ഞാനപ്പം അതിലെന്താണ് മാതാവ് ചെയ്തല്ല, മാതാവ് തന്നെ എന്നെ കഴ്സർ മൂവ് ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ കാരണം, ഞാൻ വെറുതെ ഓപ്ഷൻ ഇട്ട് പോയാൽ, കാരണം അടുത്ത ക്വസ്റ്റ്യൻ പോകണമെങ്കിൽ ഓപ്ഷൻ നമ്മൾ ഞെക്കിയിരിക്കണം. എന്നിട്ട് ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്ത് നോക്കിയപ്പം അതിന് കിട്ടുന്ന ആൻസറും ഞാൻ വെറുതെ ഞെക്കിയ ആ ഓപ്ഷനും രണ്ടും ഈക്വലാണ്, മീൻസ് രണ്ടും കറക്റ്റാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. തമ്പുരാൻ മാതാവിനെ നേരത്തെ അയച്ചിട്ടുണ്ട്. ഞാൻ പരീക്ഷ ഇറങ്ങി, എൻ്റെ ആ കോൺഫിഡൻസ് കുറവോ അല്ലെ ഏജൻസി പഠിച്ചില്ലെന്നോ ഒന്നുമില്ല. ഞങ്ങൾ ഭദ്രമായിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ഞാൻ പരീക്ഷ ജയിക്കുമോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഡിസംബർ 19 പരീക്ഷ റിസൾട്ട് വരുമോയെന്ന് അറിയാം. പക്ഷേ ഞാൻ ആ സമയത്ത് വെറുതെ കളയണ്ട, ഇംഗ്ലീഷ് എക്സാമിന് തയ്യാറെടുത്തു. പക്ഷെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡിസംബർ 12, 2023 റിസൾട്ട് വരുവാണ്. അതും ഒരു 2:30 PM ഞാൻ 2 എക്സാമിനും പാസ്സായെന്ന് പറഞ്ഞിട്ട്, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എക്സാമാണത്, അത് ഞാൻ പാസ്സായെന്ന് പറഞ്ഞ് വരുവാണ്. ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ പാറേപ്പള്ളി മാതാവിൻ്റേതാണ്, അവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു. ഞാൻ ആ അടുത്ത ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു. ഒരാഴ്ചക്കുള്ളിൽ ഡേറ്റ് കിട്ടി. ഞാൻ പോയി എക്സാം എഴുതി. ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ തോൽവി എക്സാമിൽ അതാണ്. 65 കിട്ടേണ്ട എനിക്ക് 64 മാർക്ക്. എനിക്ക് തിരിച്ചു വന്ന് ഞാൻ മാതാവിൻ്റെ മുന്നിൽ പൊട്ടി കരഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും, അതും 1 മാർക്കിനാണ് ഞാൻ തോക്കുന്നത്. പിന്നീട് അടുത്ത എക്സാം ഉടനെ തന്നെ ഞാൻ ഡേറ്റ് എടുത്തു, ഒരു 3-4 ദിവസത്തിനുള്ളിൽ. പക്ഷേ ഈ എക്സാമിൻ്റെ തലേദിവസമായപ്പം എൻ്റെ മമ്മിയും ലിൻറ്റോൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും പറഞ്ഞു, നീ എക്സാം ജയിച്ചിട്ട് മാതാവിൻ്റെ അടുക്ക് ഇവിടെ വന്ന് പറഞ്ഞോ, കൃപാസനത്ത് വന്ന് പറഞ്ഞായിരുന്നോ, അതായിരിക്കും ഒരു പ്രശ്നം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. മീൻസ് ഞാൻ എപ്പോഴും ഞാൻ അവിടുന്ന് ദുബായിൽ നിന്ന് വന്ന് ഇവിടോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും ഇവിടോട്ട് വരുന്ന യാത്രയിൽ എനിക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പനിയോ ഏതെങ്കിലുമൊക്കെ ഒരു ഒരാഴ്ചത്തേക്കുള്ളൊരു കിടപ്പിനുള്ളൊരിതുണ്ട്. അപ്പോൾ ഈ എക്സാമിന് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പനിയാണെങ്കിൽ ഈ വോയിസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ. സോ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി ഒരാഴ്ചയ്ക്കുള്ളിൽ പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമായി. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ടായിട്ടിരിക്കും. ഓക്കെ, ഞാൻ ആ എക്സാമിന് പോയി 63 മാർക്ക്, 2 മാർക്കിന് എന്നെ തോപ്പിച്ചു. എനിക്കിപ്പം മനസ്സിലായി ഇത് ശരിക്കും മാതാവ് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പിറ്റേ വന്നു ഉടനെ ഞാൻ കരഞ്ഞില്ല. വന്ന ഉടനെ തന്നെ ഡേറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇവിടെ വന്നു, മാതാവിനോട് വന്ന് സോറി പറഞ്ഞു. ഇവിടെ അച്ഛനെ കണ്ടു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു, കാശിരൂപം കൊണ്ട്. പിറ്റേ ദിവസം ഒന്നും പഠിക്കാൻ പോയില്ല, നേരെ എക്സാമിന് പോയി. 65 മാർക്ക് കിട്ടേണ്ട എനിക്ക് 71 മാർക്ക് തന്നു. തമ്പുരാൻ അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും നന്ദി. അവിടെ എനിക്ക് ഈ സൗണ്ടൊന്നും ക്ലിയർ അല്ല, ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിന് 90ൽ 85 തന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയൊരു ജയം എനിക്കത് തമ്പുരാൻ തന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം PR വേണ്ടി വെച്ചു. പക്ഷേ അതെന്ന് പറയുന്ന ഒരു മാർച്ച് മാസം 2024 ആ സമയത്ത് ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ടൈമും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ഇൻവിറ്റേഷൻസ് ഒന്നും എടുക്കില്ല. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാര്യങ്ങൾ വന്നു. അപ്പോൾ ദുബായിലെ ലൈസൻസിൻ്റെത് എക്സ്പയർ ആയി. പക്ഷെ നമുക്ക് ഇത്രയും വരെ എത്തിച്ചെടുത്ത് തമ്പുരാൻ തന്നതാണല്ലോ, തമ്പുരാൻ്റെ വഴിയിലൂടെ ആണല്ലോ നമ്മൾ പോകുന്നതെന്നുള്ള ഉറപ്പുണ്ട്. ഇതിനിടയിൽ ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 90 ദിവസം ഞാൻ ഉടമ്പടി പുതുക്കുന്നുണ്ട്. കാരണം എൻ്റെ നിയോഗം എക്സാമോ ഇതൊന്നും അല്ല, എൻ്റെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതമാണ്, ആത്മീയമായ ജീവിതമാണ്, നിത്യജീവനാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇതിൻ്റെ സമയത്ത് ഞാൻ ഓൺലൈൻ ഫാർമസിസ്റ്റിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 10,000 കണക്കിന് ഫാർമസിസ്റ്റുകൾ ഈ എക്സാം എഴുതി ഈ PR വേണ്ടി, ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരെയൊക്കെ നോളജും അല്ല, മീൻസ് അവരുടെയൊക്കെ എക്സ്പീരിയൻസും ഒക്കെ വരുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു പോയിൻറ്റ്, നമ്മുടെ മെറിറ്റിലൊന്നും അല്ല,
ഇതിനകത്തിരിക്കുന്നത്. കാരണം ജൂലൈ ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വെറുതെ ഒരു വെബ്സൈറ്റിലൂടെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുക. ഈ 10,000 ആൾക്കാരിൽ നിന്നും വലിയ വലിയ മെറിറ്റ്സ് ഉള്ള ആൾക്കാരിൽ നിന്ന് 0 മെറിറ്റായ എനിക്ക് വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. 2 റൗണ്ട്സിലും ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് കാശ് രൂപം വാങ്ങിച്ച് പ്രാർത്ഥിച്ചാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. എനിക്ക് ഓഗസ്റ്റ് 4-ാം തീയതി 2024 ഓഫർ ലെറ്റർ കിട്ടി. അതും ആ എംപ്ലോയർ എന്ന് പറയുന്നത് മാതാവിനെ പോലെ തന്നെ അതേപോലെ ഒരു സൗന്ദര്യവും അതുപോലെയാണ് നമ്മളോട് സംസാരിക്കുന്നതും. അതൊരു ലേഡി ആയിട്ട് കിട്ടിയതും ഞാൻ വലിയൊരു മാതാവിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അവിടെ നിന്ന് അവർ ഞങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ടൊക്കെ പ്രോസസ്സ് തുടങ്ങി. പക്ഷെ അവിടെയും ഒത്തിരി ഡിലേകൾ വന്നു. ഒരു 4 മാസം കഴിഞ്ഞു, ഡിസംബറായി. എനിക്ക് ജോലിയിൽ ഗ്യാപ്പ് ഒത്തിരിയായി. അപ്പം ലിൻഡോ ഡിസംബറിൽ ലീവിൽ വന്നു. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു, എങ്കിൽ ഡിസംബറിൽ ഇത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, ഇനിയും ഡിലേ ആകണ്ട എന്ന് വെച്ചു. കാരണം മെഡിക്കൽ ഫീൽഡിൽ ഒരിക്കലും ഒത്തിരി ഗ്യാപ്പുകൾ പാടില്ല. ഡിസംബർ ആദ്യമായിട്ട് അപ്പോൾ ലിൻഡോ കൃപാസനത്തിൽ വരുവാണ്. അവധിക്ക് വരുമ്പോൾ ഞങ്ങളൊരു ഡിസംബർ 6-ാം തീയതി മാതാവിയുടെ പ്രത്യക്ഷപ്പെട്ടത് 7-ാം തീയതി ആണെങ്കിൽ ഞങ്ങളിവിടെ 6-ാം തീയതി വരുവാണ്. വന്ന് നിയോഗങ്ങൾ എഴുതി അടുത്ത സൈൻ ഇടാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ആദ്യത്തെ സ്പോൺസർഷിപ്പ് അവിടെ അപ്രൂവലായി. ഞങ്ങൾ പോകണ്ടെന്നാണ് അത് തമ്പുരാൻ്റെ തീരുമാനം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് നോമിനേഷൻ വെച്ചു. നോമിനേഷൻ്റെത് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്തു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരു വ്യതിചലനവും ഇല്ല. എനിക്ക് വിശുദ്ധ കുർബാന ഭയങ്കരമായിട്ട് ശക്തി തന്നു. എന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും, 2 ആഴ്ച കുടുംബത്തേക്കും കുംസാരിക്കും. അതൊക്കെ ഒത്തിരി മനസ്സിന് ശക്തി തന്നു. പക്ഷേ മാനുഷികമായിട്ട് നമ്മൾക്ക് നിരാശകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ചിലപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കുന്നത് ഈ ഉടമ്പടിയുടെ ആ ഒരു ധൈര്യമാണ്. പിന്നീട് ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുവാണ്, ഇവിടെ ഇന്ന് ഈ നിയോഗം വെച്ചിരിക്കുന്നതിൽ 44 ദിവസത്തിനുള്ളിൽ ലാസ്റ്റ് ഒരാൾക്ക് പോലും അവരെ ആ ഒരു നിയോഗം കിട്ടുമെന്ന്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 26-നുള്ളിൽ എൻ്റെ ഒരു നിയോഗം നടക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. 40 ദിവസം കൊണ്ട് സെപ്റ്റംബർ 22-ന് എനിക്ക് നോമിനേഷൻ അപ്രൂവലായി ഞങ്ങളുടെ 2 പേരുടെയും. പിന്നീട് ഞങ്ങൾ മെഡിക്കൽ വന്നു. ഒരു ദിവസത്തേക്ക് ലിൻഡോ വന്നു, മെഡിക്കൽ പാസ്സായി. ഞങ്ങളോർത്തു ഇപ്പം വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിട്ടും. പക്ഷേ അവിടെ നിന്നും 7 മാസം തമ്പുരാൻ ഞങ്ങളെ പിന്നെയും ഈ ഒരു ആത്മീയ പാതയിൽ തന്നെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒത്തിരി മാനസിക സംഘർഷങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പേര് ഈ ഒരു ഉടമ്പടിയിലൂടെ വന്നതിലൂടെ ഒത്തിരി പേര്, എനിക്കറിയത്തില്ല, എനിക്ക് ഒത്തിരി നമ്മുടെ ബന്ധുക്കളോ അങ്ങനെയൊന്നുമല്ല, ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്തൊരു ആൻറ്റിയുണ്ട്, ഷൈനി ആൻറ്റി എന്ന് പറയും. മാതാവിനെ പോലെ എനിക്ക് എപ്പോഴും ഒരു പ്രശ്നം വരും. അപ്പോഴത്തേക്കും ആൻറ്റി ഓടി വന്നിട്ട്, മോളെ ഇത് ചെയ്യുക, നീ മാതാവിനോട് ഇത് പറയും. ഞങ്ങൾ ഒന്നിച്ചാ പള്ളിയിൽ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്, ഉടമ്പടി എടുത്തത് ആൻറ്റിയുടെ ആദ്യ ഉടമ്പടിയിൽ തന്നെ ആദ്യത്തെ ഇത് തന്നെ എന്നെക്കുറിച്ചാണ്. അപ്പം എല്ലാ കാര്യത്തിലും മാതാവ് പറയുന്ന പോലെ ആൻറ്റി വന്ന് പറയും. അപ്പം ഈ ലാസ്റ്റ് മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വിസ 7 മാസം ആവുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമായി. കാരണം ഞാൻ എഴുതിയ എക്സാമുകൾ, നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ പേ ചെയ്ത കാര്യങ്ങൾ എല്ലാം എക്സ്പയർ ആകാൻ പോയി. ഡിസംബർ ആകുമ്പോൾ എല്ലാം എക്സ്പയർ ആകുക. പിന്നെ നമ്മൾ പോയത് കൊണ്ടോ വിസ വെച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എംപ്ലോയറും നമുക്ക് വേണ്ടി ഇത്രയും നാൾ നോക്കി നിൽക്കുക, 2 കൊല്ലമായിട്ട് അവർ നോക്കി നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മാതാവായിട്ടാണ് അവരെ അവിടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നോട് ഒരു ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്ന് എന്നോട് ആൻറ്റി ഇങ്ങനെ പറയുക, ശനി പറഞ്ഞു, മോളെ നീ ഒരു അറിയാവുന്ന എല്ലാ ഒരു ഇതൂടെ വെച്ചിട്ട് ഹോം അഫെയർസിന്, ഓസ്ട്രേലിയൻ ഹോം അഫെയർസിന് ഒരു മെയിൽ ചെയ്യുക. സത്യം പറഞ്ഞാൽ അത് ഓൺലൈൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തൊന്നും അവർ നമ്മുടെ എന്തെങ്കിലും സെൻറ്റിമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആൻറ്റി പറഞ്ഞു, കാരണം ഞങ്ങൾ എല്ലാം ഡ്രോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി അതിൻ്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാശ് ചിലവ്, നമ്മുടെ ഞങ്ങൾ 3 വർഷമായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ആൻറ്റി അങ്ങനെ പറഞ്ഞു, ഞാനൊരു 3 മെയിൽ കണ്ടുപിടിച്ചു. 3 മെയിലിൽ എൻ്റെ കാര്യങ്ങളെല്ലാം, പ്രശ്നങ്ങളെല്ലാം ചേർത്തൊരു മെയിൽ അയച്ചു. 2 റിപ്ലൈ വന്നു, ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്, ഇത് ഈ വിസയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. പക്ഷെ 1 തിരിച്ചു വന്നില്ല. ഞാൻ ഓർത്തു അതൊക്കെ തന്നെ ആയിരിക്കും. പിറ്റേ ദിവസം നമ്മുടെ പെന്തക്കോസ്താണ്, മെയ് 20-ാം തീയതി ഒരു 11 മണിയായപ്പോഴത്തേക്കും ഒരു മെയിൽ വരുവാണ്.
കൺഗ്രാജുലേഷൻ, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. അപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിന് 2 ദിവസം മുമ്പ് ഷൈന ആൻറ്റി ഒരു സ്വപ്നം കാണുവാണ്. ഇങ്ങനെ എനിക്ക് വിസ കിട്ടി, അത് ഞാൻ പള്ളിയിൽ ചെയ്യുന്നു, മാതാവിൻ്റെ അടുക്ക് പറയുന്നു. എന്നിട്ട് അത് ആൻറ്റിയോട് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആൻറ്റിക്ക് വിഷമം വന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പക്ഷേ സെയിം സിറ്റുവേഷൻ ഈ മെയ് 20 നടക്കുവാണ്. ഞാനിത് അറിഞ്ഞു, വീട്ടിൽ ആരോടും പറഞ്ഞില്ല. നേരെ പാറപ്പള്ളിയിൽ പോയി. ഞാൻ എന്നും പോകുന്ന വിശുദ്ധ കുർബാനയിൽ പോകുന്ന ആ ആൾത്താരയിൽ ചെന്ന് നന്ദി പറഞ്ഞു, മാതാവിൻ്റെ അടുക്ക് നന്ദി പറഞ്ഞു. തിരിച്ചു വന്ന എൻ്റെ പേരൻസിനോടും ആൻറ്റിയോടും ലിൻഡോയോടും ഉൾപ്പെടെ എല്ലാവരോടും പറയുന്നത്, ഇതിനകത്ത് ഞങ്ങൾ തീരുമാനിച്ചത് ഇത് ഡ്രോപ്പ് ചെയ്യാനാണ്. പക്ഷേ ഈ ഉടമ്പടിയിൽ എന്താണ് മാതാവും തമ്പുരാനും തീരുമാനിച്ചതെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ടാണ് ഇത് മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ഉറപ്പാണെന്ന് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ ഈ 3 കൊല്ലമായിട്ടും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതെന്ന് പറയുന്നത് ഈ വിസ കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമല്ല. അത് ഞങ്ങൾ നിത്യജീവൻ്റെ ആ ഒരു പാതയിലേക്കുള്ള ഞങ്ങളുടെ ഒരു യാത്രയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ അടുത്ത തിങ്കളാഴ്ച 22 തീയതി ജൂൺ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. എനിക്ക് വലിയ അന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇവിടെ ഈ ഒരു ആൾത്താരെ എന്നും കാണുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കും, ലിൻഡോയോടും പറയും, എനിക്കിവിടെ ഈ ആൾത്താരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ, മാതാവെ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ. ഞാനും ആൻറ്റിയും എന്നും പ്രാർത്ഥിക്കും, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന്. അപ്പം ഇന്ന് ടിക്കറ്റും വിസയുമായിട്ട് ഹസ്ബൻഡ് രാവിലെ 4 മണിക്കാണ് ദുബായിൽ നിന്ന് എത്തിയത്. ഇവിടോട്ട് ഡയറക്റ്റ് വരുവാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച പോവാണ്. ഞങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് തന്ന അമ്മ മാതാവിനും തമ്പുരാനും 1000 നന്ദി. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടങ്ങളിലും, അതായത് ഓട്ടോ ചേട്ടന്മാരെ, അങ്ങനെ മതസ്ഥരായവർക്ക് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ലിൻഡോ പോകുമ്പോഴേ എപ്പോഴും ഷാർജ പള്ളിയിൽ, ദുബായിൽ പള്ളിയിൽ, അങ്ങനെ ലിൻഡോയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഇത്രയും നാളും ചെറിയതായിട്ടുള്ള ശമ്പളം എൻ്റെ കയ്യിലുള്ളൂ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നവർക്ക് മറ്റുള്ളവർക്ക് സഹായമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യും. പക്ഷേ എനിക്ക് പകരം ലിൻഡോയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പേരൻസ്, ലിൻഡോയുടെ പേരൻസ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നീട് വചനങ്ങൾ, ബൈബിൾ പഠിക്കുന്നത്, അതായത് ബൈബിൾ വചനം എന്ന് പറയുന്നത് എന്നും വായിക്കാൻ മാത്രമല്ല. ഞാൻ പറഞ്ഞ ഷൈനി ആൻറ്റി എന്ന് പറയുന്ന വചനം ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ആളെന്നെ എന്നും വചനം പഠിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 50 ദിവസത്തെ നോയമ്പിൽ ഞാൻ 115 വചനം പഠിച്ചു, ഞങ്ങളുടെ പള്ളിയിൽ എഴുതി. അങ്ങനെ വചനത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ളൊരു ശക്തി തന്നു. പിന്നെ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും സംസാരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തമ്പുരാൻ്റെ ആ ഒരു ഡിസിഷനാണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ഒരു എന്താ പറയുക, ദൈവികമായിട്ട് ഒരു ആത്മീയമായിട്ട് മാറ്റിയതിൽ വേറെ ഒന്നും ഭൗതിക കാര്യങ്ങളിലൊന്നുമല്ല, ആത്മീയമായിട്ട് ഞങ്ങളെ സ്ഥിരതപ്പെടുത്തിയതിന്. ഇനി എവിടെ പോയാലും ഇതായിരിക്കും ഞങ്ങളുടെ ജീവിതചര്യ എന്ന് പറയുന്നത്. സോ അതിനെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായ അമ്മ മാതാവിനും ഞങ്ങൾക്ക് ഈ കൃപയും കരുണയും തന്ന തമ്പുരാനും 1000 നന്ദി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായി എമിൽ വർഗീസ് എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. എപ്രകാരമാണ് താൻ കടന്നു പോയ ജീവിത രീതികളിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടായിരുന്ന ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ ഇപ്രകാരം ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട്, നിയോഗങ്ങളെക്കാളുപരി ഒരു ആത്മീയമായ ജീവിതമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമെന്ന്. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടിയിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കുമ്പോഴാണ് നിരവധിയായ കൃപകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നത്. നിത്യമായ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ ഈ ജീവിതാന്തസ്സിൽ ദൈവത്തെ മാത്രം കൂട്ടുപിടിക്കുക,
അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ഈ യാത്രയിൽ ഈ മകളുടെ ജീവിതത്തിലും അവൾ കടന്നുപോയ ഇടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ വ്യക്തമായിരുന്നു. എവിടെയെല്ലാമാണോ പ്രതിസന്ധികളുണ്ടായത്, ആ പ്രതിസന്ധികളെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സംരക്ഷണവും കൂടെ ഉണ്ടായിരുന്നു. എവിടെ ഈ അൾത്താരിൽ നിന്ന് കേട്ട സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലും ആ സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം അമ്മ ഇടപെട്ടു എന്നുള്ളതും, അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് പോകുവാനുള്ള തൻ്റെ വിസകളുടെ കാര്യത്തിനാണെങ്കിലും മറ്റ് കടമ്പകളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം ഉണ്ടായിരുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെ ഇനിയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ പേര് സോന. ഞാൻ UK നിന്ന് വരുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്ക് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരാണ്. അവർ ഒരു റേസിസം മെൻറ്റാലിറ്റിയും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പല പണികൾ തരികയും അങ്ങനെയൊരു സിറ്റുവേഷനിൽ കൂടെ ഞാനൊരു 2-3 മാസം കടന്നു പോയിരുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ ഉടമ്പടി എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് എനിക്കത് സാധിക്കില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ഫെബ്രുവരി 2026 ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ പണ്ട് തൊട്ടേ എല്ലാ ദിവസവും കൊന്ത ചെല്ലുമായിരുന്നു. അത് ഇവിടെ ആയിരുന്നപ്പോഴും UK ചെന്നിരുന്നപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി ആ കമ്പനിയിൽ തുടരുന്നത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ മെൻ്റലി വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ പല ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ഫീൽഡിലും ബാക്കി എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒന്ന് കയറുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം എൻ്റെ പൊസിഷനിലാളും എൻ്റെ ഹയർ പൊസിഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലപ്പുറം കടന്നൊരു ജോലിയാണ്. അവർ ചോദിച്ച പല ക്വസ്റ്റ്യൻസും എനിക്ക് ആൻസർ അറിയത്തിരുന്നെങ്കിൽ പോലും അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കുകയും എനിക്ക് ഇങ്ങോട്ട് ആൻസേഴ്സ് പറഞ്ഞു തരികയും ഇങ്ങോട്ട് ഓരോ ഹിൻ്റൊക്കെ ഇട്ട് എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അവർ പറഞ്ഞു തരികയും ചെയ്തു. ഞാൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ കാശ് രൂപം കയ്യിൽ കരുതുകയും എനിക്ക് നേർച്ച വസ്തുവായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഉപ്പും ഞാൻ ഇൻ്റർവ്യൂവിന് മുന്നേ ബിൽഡിങ്ങിൽ ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു സാധാരണ ഇൻ്റർവ്യൂ ഒരു അറൗണ്ട് 20 to 40 minutes ആണ്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 1 hour 1.5 hour എടുത്തിരുന്നു. ലാസ്റ്റ് അവർ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എനിക്ക് തന്നു. അതായത് പോസിറ്റീവായിട്ടുള്ള റിവ്യൂ എനിക്ക് തന്നു. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി മാതാവിൽ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി. ഒരു രാവിലെയായിരുന്നു ഇൻ്റർവ്യൂ. എനിക്ക് വൈകിട്ടൊരു കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രൊമോഷൻ പോലെ ശരിക്കും എനിക്കൊരു ജോലി കിട്ടിയത്. അതും ഹൈ സാലറി, സിക്ക് പേ, ട്രാവൽ അലവൻസ് എല്ലാം കൊണ്ടും വളരെ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ, അതായത് എൻ്റെ കഴിവിൽ കിട്ടാത്തൊരു ജോലിയാണ് അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നത്. ഞാൻ ടീം ലീഡറായിട്ടായിരുന്നു എനിക്ക് ആ ഒരു പൊസിഷൻ കിട്ടിയിരുന്നത്. അതിൽ ഞാൻ വളരെയേറെ മാതാവിനോട് നന്ദി പറയുന്നു. എനിക്ക് NHSൽ ഹെൽത്ത് കെയർ ടീം ലീഡറായിട്ടാണ് ജോലി കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് വളരെ ടഫായിരുന്നു അവിടുത്തെ എക്സാം പാസ്സാവാനായിട്ട്. ഞാൻ മാതാവിൻ്റെ കാശ് രൂപ ഉപയോഗിച്ചാണ് എക്സാം എഴുതിയത്, പ്രാക്ടിക്കൽ സെക്ഷന് പോയത്.
അപ്പം ഞാൻ വഴി തെറ്റിച്ചെങ്കിലും പക്ഷേ ഞാൻ എക്സാം പാസ്സാവുകയാണ് ചെയ്തത്. അത് മാതാവിൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ 2025 കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീട് മാറണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വീട് അന്വേഷിച്ചു. ഒത്തിരി ഞങ്ങളുടെ പരിസരത്ത് വീട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം 2-3 വീട് പോയി കണ്ടു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വീട് കാണാൻ പോയപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പെടുത്ത് ഞാൻ കയറുന്നതിന് മുന്നേ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഈ വീട് ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് മെയിൽ വന്നു, ഓക്കെയാണ് വീട് കിട്ടാനെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഒത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസും, അതായത് പിന്നെ റെഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഞങ്ങൾ വലയേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ മുന്നത്തെ ലാൻഡ് ലോഡ് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് റെഫറൻസ് കിട്ടത്തില്ലെന്നായിപ്പോയി. അങ്ങനെ വന്നപ്പം ഫാമിലിയിൽ നിന്നും ഒരു റെസ്പോൺസും, അതായത് ലാൻഡ് ലോഡിൻ്റെ ഫാമിലിയിൽ നിന്നും റെസ്പോൺസ് കിട്ടുന്നില്ല. അങ്ങനെ പുതിയ ലാൻഡ് ലോഡുമായിട്ട് ഞങ്ങളുടെ ഏജൻറ്റ് സംസാരിച്ചപ്പം അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല എന്നൊരു മൊമെൻറ്റിൽ ഞങ്ങൾക്ക് ആ ഒരു വീട് കിട്ടി. എൻ്റെ ആത്മീയ ജീവിതം ഞാൻ പണ്ട് തൊട്ടേ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ബൈബിള് വായിക്കും കൊന്തയിലും ഒക്കെ ചെയ്യുമായിരുന്നു. അത് തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈശോയിൽ കൂടുതലൊരു സ്നേഹവും ഒരു ആശ്രയത്വവും എല്ലാം എനിക്ക് തോന്നി. പിന്നെ ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ 2 ആഴ്ച കുമ്പസാരിക്കുകയും എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കാരുണ്യ പ്രവർത്തികൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ലിമിറ്റേഷനുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ളതിൽ. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവൃത്തി ഞാൻ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അപ്പം അവിടെ അറിയാൻ മേലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഷിഫ്റ്റിന് പോകാൻ പറ്റാത്ത. അപ്പോൾ അവരെപ്പോൾ വിളിച്ചാലും, ഇപ്പം രാത്രിയിലാണേലും പകലാണേലും ഞാൻ കൊണ്ടുവിടുകയും പിന്നെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ പോലും ഓടിയെത്തുകയും ഒരു മടിയും കൂടാതെ എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈശോയും അമ്മയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം തിരുവചനം. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. സോന ജോസ് എന്ന ഈ മകൾക്ക് നിത്യരക്ഷയും തൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയതിനെക്കുറിച്ചുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് എൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി ആരാധനാ മധ്യേ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, എൻ്റെ സങ്കടങ്ങളിൽ അങ്ങയെ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ അങ്ങ് എന്നെ വെട്ടിയൊരുക്കുകയാണെന്ന് എനിക്ക് വ്യക്തത നൽകണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ആരാധനാ മധ്യേ ഉടമ്പടി ധ്യാനത്തിനിടെ ഒരിക്കൽ അച്ഛൻ പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും അങ്ങയെ വിശ്വസ്തയോടുകൂടി പിൻചൊല്ലുവാനുള്ള, അങ്ങയെ ആഴമായി സ്നേഹിക്കുവാനുള്ള കൃപ നൽകുമ്പോൾ അതെന്നെ വെട്ടിയൊരുക്കുകയാണെന്നുള്ള ഒരു ബോധ്യം നൽകുക എന്നുള്ളതാണ് അഭിഷേകം എന്ന് പറയുന്നത്. സോനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളേക്കാൾ അത് അഭിഷേകമാണ്. കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു റേസിസം നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ തനിക്കൊരു ബെറ്റർ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം മാത്രം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ പ്രൊമോഷനോടുകൂടി ടീം ലീഡറായി ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകി. അതുപോലെ തന്നെ ലൈസൻസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി, ഇനി ഞാൻ എൻ്റെ വാഹനം മാത്രം ഓടിക്കാം. ഈശോ ചോദിക്കുന്ന ഒരു അസസ്മെൻറ്റ് ക്വസ്റ്റ്യനുണ്ട്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, അപ്പോഴെല്ലാം നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ചെറിയവരിൽ നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണെന്ന് ചെയ്തത് എന്ന ക്വസ്റ്റ്യനെയറിന് നാം ഉത്തരം പറയുന്നത് നമ്മുടെ നിത്യതയുടെ ഒരു വലിയ ഭാഗമാണ്. അവിടെ സോന പാസ്സാകുന്നത് ഏത് പാതിരാത്രിയിലും വാഹനത്തിൽ പോകാൻ മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ വാഹനവും എൻ്റെ ആരോഗ്യവും ഞാൻ നൽകുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായി നീ മകൾ കാണുകയാണ്. അവർ വീട് അന്വേഷിക്കുമ്പോഴും ഈശോ നൽകുന്ന വീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ച് അവർ ആഗ്രഹിച്ച വിധത്തിൽ അവർക്കെല്ലാം ഈശോ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയാണ്.
എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ അവിടുന്ന് വളരെയധികം കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മെ വെട്ടിയൊരുക്കുമ്പോഴെല്ലാം അവിടുത്തോട് സഹകരിക്കുക. അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ വെള്ളവും വളവും നാം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തിനാണ് ഇന്ന് സോന ഇവിടെ നന്ദി പറയുന്നത്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കട്ടയ്ക്ക് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം. സോനയെ പോലെ വിദേശത്ത് പ്രവാസികളായി കഴിയുന്ന മക്കൾ പ്രതിസന്ധിയിലാണെങ്കിൽ, അവരുടെ ജോലിയിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ, അവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ലോകം മുഴുവനുമുള്ള എല്ലാ പ്രവാസികളുടെയും നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും